ഹലോ ഹായ് വെൽക്കം ടു സൈ ഹായ്. ടൈപ്പൻ്റെയോടുകൂടി ഒരു ഹാൻഡ്സ് ഓൺ സ്കിൽ ലഭിക്കുകയാണെങ്കിൽ എത്ര നന്നായല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് DBT സ്കിൽ വിജ്ഞാൻ പ്രോഗ്രാം ഗുജറാത്ത് നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റീനെ കുറിച്ച് നോക്കിയാലോ. യെസ്, അപ്പോൾ ഗുജറാത്ത് സ്റ്റേറ്റ് ബയോടെക്നോളജി മിഷൻ നൽകുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിൽ എലിജിബിലിറ്റി നമുക്ക് നോക്കുകയാണെങ്കിൽ ഈവൻ +2 മുതലുള്ള സ്റ്റുഡൻസിന് പോലും അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ വെറൈറ്റി ഓഫ് ഫീൽഡിലാണ് ഇവർ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം നൽകുന്നത്. അതും ഇൻ ഹാൻഡ് തന്നെയാണ്, അതുകൂടെ ശ്രദ്ധിക്കണം. ഇൻ ഹാൻഡ് വേറെ എവിടെയും കിട്ടില്ല, വിത്ത് സ്റ്റൈപ്പൻ്റാണ് അവർ പറയുന്നത്. നമ്പർ ഓഫ് സ്റ്റുഡൻസിന് എത്ര പേർക്ക് ട്രെയിനിങ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സൈറ്റിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് അവരുടെ സൈറ്റ്. ഗുജറാത്ത് സ്റ്റേറ്റ് ബയോടെക്നോളജി മിഷൻ ഇത് ഇയേഴ്സ് ഓഫ് മോർ ദാൻ 3 years ആയത് ഈ പ്രോഗ്രാം തുടങ്ങിയിട്ട്. കൊളാബറേഷൻ പ്രോഗ്രാമാണ്. ദെൻ ട്രെയിനിങ് പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ടു ഇൻഡിവിജ്വൽ അറ്റ് ദ എൻട്രി ലെവൽ ഇൻക്ലൂഡിങ് +2 സ്റ്റുഡൻസ്, ഗ്രാജുവേറ്റ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ്സ്, സ്പെഷ്യലൈസേഷൻ ഇൻ ദ ബയോടെക്നോളജി ഫീൽഡാണ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം ലൈസൻസിൻ്റെ ഏത് ഫീൽഡിലാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാക്സിമം പേര് അപ്ലൈ ചെയ്യാം. ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആൻഡ് ഷെയർ ചെയ്യൂ. സോ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റുഡൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടുള്ളത് നോക്കാം. ഇതൊരു 3 month പ്രോഗ്രാമാണെന്ന് അവർ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ദെൻ എൻട്രി ലെവൽ എന്ന് പറയുന്നത് എലിജിബിലിറ്റി കാര്യങ്ങൾ പറഞ്ഞു. 3 month പ്രോഗ്രാം, ഹാൻഡ്സ് ഓൺ സ്റ്റൈപ്പൻഡറി ട്രെയിനിങ് പ്രോഗ്രാം ടു ഇൻഡിവിജ്വൽ അറ്റ് ദ എൻട്രി ലെവൽ, അത് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. സോ അത് നോക്കാം. ദെൻ സ്റ്റുഡൻറ്റ് ട്രെയിനിങ് പ്രോഗ്രാം ഏതൊക്കെ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ക്വാളിറ്റി കൺട്രോൾ മൈക്രോബയോളജിസ്റ്റ്, അത് ഗൺപത് യൂണിവേഴ്സിറ്റി മെഹ്സ. പ്രത്യേകം പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാം ഏതൊക്കെയാണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എത്ര പേർക്കാണ് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുക, അതുപോലെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് തന്നിട്ടുണ്ട്. അതും ഗുജറാത്ത് തന്നെയാണ് പ്രത്യേകം പറയുന്നുണ്ട്. സോ ക്വാളിറ്റി കൺട്രോൾ മൈക്രോബയോളജിസ്റ്റ് ആണ്, ഗൺപത് യൂണിവേഴ്സിറ്റിയാണ് ഈ ഓപ്പർച്യൂണിറ്റി നൽകുന്നത്. 20 പേർക്കാണ് സെലക്ഷൻ. സോ സ്റ്റുഡൻറ്റ് ട്രെയിനിങ് എത്ര പേർക്കെന്ന് വെച്ചാൽ 20, എല്ലാ സീറ്റിലും അവർ പറയുന്നുണ്ട് 20 മെമ്പേഴ്സാണ് മാക്സിമം എന്ന്. എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ BSc കെമിസ്ട്രി, ബയോളജി, ഇമ്മ്യൂണോളജി, ബയോമെഡിക്കൽ സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി ഓർ ഫാർമ, ഫാർമ പോലുള്ള ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ഒരു ഓപ്പർച്യൂണിറ്റി. ദെൻ ക്വാളിറ്റി കൺട്രോൾ ബയോളജിസ്റ്റ്, പാരൽ യൂണിവേഴ്സിറ്റി വഡോദര എന്ന് പറയുന്നൊരു പ്ലേസിലാണ്. ദെൻ ഫാം ഗ്രാജുവേഷൻ ബയോടെക്നോളജി, BSc കെമിസ്ട്രി, ബയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, അങ്ങനെ മേജറായിട്ടുള്ള ഈ ഫീൽഡിലുള്ളവർക്ക് പറ്റും. ദെൻ എക്സ്പീരിയൻസ് അറ്റ്ലീസ്റ്റ് 2 years, 0 to 2 years, ഈവൻ ഫ്രഷേഴ്സിന് പോലും അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് പഠിക്കുന്ന പിള്ളേരാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് CVയിൽ ആഡ് ചെയ്യാൻ പറ്റിയ ഗവൺമെൻറ്റിൻ്റെ ഒരു മികച്ച പ്രോഗ്രാം കൂടെയാണ്, അതുകൂടെ ശ്രദ്ധിക്കുക. ദെൻ QC ക്വാളിറ്റി കൺട്രോളിൻ്റെ കെമിക്കൽ മൈക്രോബയോളജി, പ്രമുഖ് സ്വാമി സയൻസ് കോളേജ് ഖാദി എന്ന് പറയുന്ന പ്ലേസിലാണ്. ദെൻ അതിൽ എലിജിബിലിറ്റി എന്ന് പറയുന്നത് BSc ബയോകെമിസ്ട്രി, ബയോളജി, കെമിസ്ട്രി, ഇമ്മ്യൂണോളജി, ബയോമെഡിക്കൽ സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി ഓർ ഫാം എന്ന് പറയുന്നുണ്ട്. ലാബ് ടെക്നീഷ്യൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ വീർ നർമത് സൗത്ത് ഗുജറാത്ത് യൂണിവേഴ്സിറ്റി സൂറത്തിലുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നൽകുന്നത്. അതിൽ BSc അല്ലെങ്കിൽ ലൈഫ് സയൻസിലുള്ള അല്ലെങ്കിൽ ബയോടെക്നോളജിയിലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്വാളിറ്റി കൺട്രോൾ മൈക്രോബയോളജിസ്റ്റ്, അതിൽ ആനന്ദ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി, ആനന്ദ് അവരുടെ പ്ലേസിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി. BSc ബയോകെമിസ്ട്രി, ബയോളജി, കെമിസ്ട്രി, ഇമ്മ്യൂണോളജി, ബയോമെഡിക്കൽ സയൻസ്, ബയോടെക്നോളജി, മൈക്രോബയോളജി ഓർ ഫാർമ സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ അസിസ്റ്റൻസ്, പ്രൊഡക്ഷൻ മെഷീൻ ഓപ്പറേറ്റ്, ലൈഫ് സയൻസ് മെയിൻലി നമ്മുടെ ML മെഷീൻ കാര്യങ്ങൾ, ആ ഓപ്പറേഷൻ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ കോഴ്സിന് സർദാർ പട്ടേൽ യൂണിവേഴ്സിറ്റി, VV നഗർ യൂണിവേഴ്സിറ്റി നൽകുന്ന 2020 സീറ്റാണ്. അതും സെപ്പറേറ്റ് ആയിട്ട് ബ്രാഞ്ചാണ്. ലാബ് ടെക്നീഷ്യനും ഉണ്ട്, പ്രൊഡക്ഷൻ അല്ലെങ്കിൽ മെഷീൻ ഓപ്പറേഷൻ ലൈഫ് സയൻസിലുള്ള ബന്ധപ്പെട്ട് വരുന്ന കോഴ്സ്. അതിൽ 10th അല്ലെങ്കിൽ +2 സയൻസ് ബേസ് ആയിട്ടുള്ള, പ്രത്യേകിച്ച് അവർ പറയുന്നുണ്ട് PCB ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ IT അല്ലെങ്കിൽ DPharm ഡിപ്ലോമ ഇൻ ഫാർമസ്യൂട്ടിക്സ് അല്ലെങ്കിൽ BSc ഓൾ ബ്രാഞ്ചസ് ഓഫ് ലൈഫ് സയൻസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ +2 അല്ലെങ്കിൽ 10th ബേസ് ചെയ്തിട്ടുള്ള IT ഫീൽഡ് PCB. ദെൻ എഗെയിൻ അവർ പറയുന്നുണ്ട് DPharm അല്ലെങ്കിൽ BSc ഉള്ള ഇത് ലൈഫ് സയൻസിലുള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഗൈഡ് ലൈൻസ് ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അതിന് മുന്നാകെ സ്റ്റുഡൻസ് ട്രെയിനിങ് പ്രോഗ്രാം കോർഡിനേറ്റേഴ്സ് കോൺടാക്ട് ഡീറ്റെയിൽസ് അവർ തന്നിട്ടുണ്ട്. അതിൽ ഗൺപത് യൂണിവേഴ്സിറ്റീൻ്റെ കോർഡിനേറ്റർ ആരാന്ന് അവരെല്ലാം തന്നിട്ടുണ്ട്, അവരുടെ മെയിൽ ID. നിങ്ങൾക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ നിങ്ങൾക്ക് കോർഡിനേറ്റേഴ്സിന് നിങ്ങൾക്ക് മെയിൽ ത്രൂ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ അവർ ഓൾറെഡി കാര്യങ്ങളെല്ലാം ഏതൊക്കെ യൂണിവേഴ്സിറ്റിയാണ് അവർ മേലെ മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ യൂണിവേഴ്സിറ്റീൻ്റെ എല്ലാ കോർഡിനേറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. ത്രൂ മെയിൽ മാത്രമേ നമുക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ.
ഓക്കെ, ഇത് താഴെ തന്നിട്ടുണ്ടെങ്കിൽ DBT സ്കിൽ വിഗ്യാൻ പ്രോഗ്രാം ഗുജറാത്തിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് വിത്ത് മന്ത്ലി സ്റ്റൈപ്പൻഡ് 3 മന്ത് ഉണ്ട്, 3 മന്തും സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതായിരിക്കും. സോ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും കാര്യങ്ങളായിട്ടാണ് വരുന്നത്. സോ ഒരു മികച്ച ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം പേരും അപ്ലൈ ചെയ്യുക, ഇത് ഷെയർ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലിക്കേഷൻ വന്ന് 10th December ആണ്. എടുത്ത് പറയുന്നുണ്ട് 10th December 2024 ഈ ഒരു ഓപ്പർച്യൂണിറ്റി ക്ലോസ് ചെയ്യുന്നതായിരിക്കും. മാക്സിമം പേരും അപ്ലൈ ചെയ്യാൻ നോക്കുക. ദെൻ ഇതിൻ്റെ ഗൈഡ് ലൈൻസ് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗൈഡ് ലൈൻസ് നോക്കുകയാണെങ്കിൽ സോ GSBTM DBT സ്കിൽ വിഗ്യാൻ പ്രോഗ്രാമിൻ്റെ മെയിൻ ഗൈഡ് ലൈൻസ്, കാരണം നമുക്ക് ഇൻട്രൊഡക്ഷൻ എന്തൊക്കെയാണ് അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ട്രെയിനിങ് പ്രോഗ്രാം എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ട്രെയിനിങ് ആണ്, 3 month. അപ്പോൾ സ്റ്റുഡൻസ് ട്രെയിനിങ് എന്ന് പറയുന്ന സമയത്ത് ശ്രദ്ധിക്കുക, കഴിഞ്ഞവർക്ക് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. സ്പെഷ്യലി ഫോർ ദ സ്റ്റുഡൻസ് ഓൺ ഗോയിങ് സ്റ്റഡി ചെയ്യുന്നുള്ള പിള്ളേർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ദെൻ ഫോക്കസ് ചെയ്യുന്നത് ബയോടെക്നോളജി ആൻഡ് അലൈഡ് ഏരിയാസിന് വേണ്ടിയിട്ടാണ്. ട്രെയിനിങ് ഹാൻഡ്സ് ഓൺ ആൻഡ് വിത്ത് സ്റ്റൈപ്പൻട്രി ആണത് നോക്കണം. ദെൻ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. +2 10th മുതലുള്ള പിള്ളേർക്ക് പോലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്നത് ഓൺലൈൻ ആപ്ലിക്കേഷനാണ്. സെലക്ഷൻ പ്രോസസ്സ് വന്നത് സെൻട്രലൈസ്ഡ് എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ബിക്കോസ് ഇത് ഈ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട്. സോ ഇതൊരു സെൻട്രലൈസ്ഡ് എക്സാം ടെസ്റ്റ് ഉണ്ട്, അതുകൂടെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തെടുക്കാവുന്നതാണ്. മേ ബി നിങ്ങൾക്ക് പറ്റാവുന്നതാണെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കത് പ്രോജക്റ്റ് അല്ലെങ്കിൽ ഡിസർട്ടേഷൻ വർക്കായിട്ട് ഇതിനെ കൺവേർട്ട് ചെയ്യാനും പറ്റുന്നതാണ്. അത് വിത്ത് സ്റ്റൈപ്പൻഡ് ആകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ലാഭകരമായി. വിത്ത് സർട്ടിഫിക്കറ്റ് ആസ് വെൽ ആസ് നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സിവിൽ അറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ചൊരു സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമായിട്ട് ഇത് മാറും. അത് ശ്രദ്ധിക്കുക, മാക്സിമം വരെ അപ്ലൈ ചെയ്യുക. ദെൻ എത്ര സ്റ്റൈപ്പൻഡ് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്വാളിറ്റി കൺട്രോൾ ആയിട്ടുള്ള വരുന്നതും ലാബ് ടെക്നീഷ്യൻ, ക്വാളിറ്റി കൺട്രോൾ ലാബ് ടെക്നീഷ്യൻ, അസിസ്റ്റൻസ് ആൻഡ് പ്രൊഡക്ഷൻ മെഷീൻ എല്ലാത്തിൻ്റെയും സ്റ്റൈപ്പൻഡ് പെർ മന്ത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. പെർ മന്ത് ക്വാളിറ്റി കൺട്രോൾ ബയോളജിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മൈക്രോബയോളജിസ്റ്റ്, കെമിക്കൽ അല്ലെങ്കിൽ അസിസ്റ്റൻസ് എല്ലാത്തിനും 5,000 rupees ആയിട്ടാണ് അവർ പെർ മന്ത് സ്റ്റൈപ്പൻഡായിട്ട് തരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു +2 10th പോലുള്ള സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ക്വാളിറ്റി കൺട്രോൾ ലാബ് ടെക്നീഷ്യൻ, അസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെഷീൻ ഓപ്പറേഷൻ ലൈഫ് സയൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ 3,000 rupees ആണ് അവർക്ക് കിട്ടുന്ന ഒരു സ്റ്റൈപ്പൻഡ്. കാരണം അവർ ഡിഫറെൻറ്റ് ക്ലാസ് ആയിട്ടാണ് വരുന്നത്. അതായത് മേജർ സെക്ഷൻസ് ദെൻ മൈനർ അങ്ങനെയായിട്ടാണ് ഇവർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ദെൻ 3 month ഓപ്പർച്യൂണിറ്റിയാണ് ഇത് വരുന്നത്. അറ്റൻഡൻസ് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അറ്റൻഡൻസ് ലഭിക്കുകയാണെങ്കിൽ അറ്റൻഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അക്കോമഡേഷൻ്റെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അക്കോമഡേഷൻ നമ്മൾ സെൽഫായിട്ട് തന്നെ നോക്കണം, അവർ പ്രൊവൈഡ് ചെയ്യുന്നതല്ല. കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളായിട്ട് ഓൾറെഡി സൈറ്റിൽ അവരുടെ പ്രോഗ്രാമിൻ്റെ മെയിൽ ID തന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് അവരുടെ മേജറായിട്ടുള്ള ഗൈഡ് ലൈൻസ് പറയുന്നത്. ദെൻ രജിസ്ട്രേഷൻ പ്രോഗ്രാം ആണെങ്കിൽ രജിസ്ട്രേഷൻ നമ്മൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അതിൽ നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതുപോലൊരു ഗൂഗിൾ ഫോമാണ് തരിക. സോ കെയർഫുള്ളി ഇത് കംപ്ലീറ്റ് ആയിട്ട് നോക്കിയിട്ട് കൂടുതൽ ഗൈഡ് ലൈൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം പേരും ഇത് അപ്ലൈ ചെയ്യുക. ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇനിയും ലഭിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. Opportunities is really important. So please share this opportunity. Thank you.